ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപാ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം. ശ്രീ അദാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരി ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈക സത്ഫലാ സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈക ദൃക്പ്രദാ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വന്ദോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. പരമാനന്ദ പാഠായ പ്രേമവർഷ്യക്ഷരായ തേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മതേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മദ്നിസ്താരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. अनंत कोटि वैष्णव वृंद की जय. पिताय गौर श्रीनाथ प्रेमानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. എല്ലാവരെയും രാവിലത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ശബ്ദം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ കണ്ടത്, ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം 6-ാം അധ്യായത്തില് വിശ്വരൂപത്തിന്റെ സൃഷ്ടി എന്ന അധ്യായമാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ആ സൃഷ്ടിയില് ഭഗവാന്റെ അല്ലെങ്കിൽ ആ മഹത്വത്വത്തിൽ നിന്ന് പ്രകടമായി വരുന്ന ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ദേവന്മാരും അതിൻ്റെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും എല്ലാം എങ്ങനെയാണ് പ്രകടമായത് എന്നുള്ള അതിനെക്കുറിച്ചുള്ള വർണ്ണന നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി.
സോ അതിന് നമ്മുടെ ഇന്ദ്രനാഥ് പ്രഭുജി അതിന്റെ എക്സൽ ഷീറ്റിൽ നമുക്ക് അതിന്റെ ഒരു ചാർട്ടും ഉണ്ടാക്കി നമുക്ക് ഇട്ടിട്ടുണ്ട് ഒരു ക്വിക്ക് റെഫറൻസിന്. താങ്ക്സ് ടു ഇന്ദ്രനാഥ് പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. വോളണ്ടിയർലി ആ സർവീസ് ഏറ്റെടുത്തതിന് ഹൃദയംഗം നന്ദി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 30-ാമത്തെ ശ്ലോകമാണ്. ഇന്നലെ അതുപോലെ തന്നെ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ തുടങ്ങിയിരുന്നു. 27 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് പ്ലാനറ്റ്സ്, ലിവിങ് എൻറ്റിറ്റീസ് ആൻഡ് വർണ്ണാസ്. അതായത് ഗ്രഹങ്ങളും ജീവജാലങ്ങളും അതുപോലെ 4 വർണ്ണങ്ങളും എല്ലാം പ്രകടമാകുന്ന അതിനെക്കുറിച്ചുള്ള ഭാഗമായിരുന്നു 27 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങൾ. അതിൽ 27, 28, 29 ജീവജാലങ്ങളും ഗ്രഹങ്ങളും ഡെവലപ്പ് ആകുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ വായിക്കുകയുണ്ടായി. ഇനിയും വർണ്ണങ്ങൾ എന്തൊക്കെയാണ്, 4 വർണ്ണങ്ങൾ ഡെവലപ്പ് ആകുന്നതിന് അല്ലെങ്കിൽ പ്രകടമാകുന്ന ശ്ലോകമാണ് 30 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങൾ. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 30, 3-ാം സ്കന്ധം 6-ാം അധ്യായം 30-ാമത് ശ്ലോകം. മുഖതോ വർത്തത ബ്രഹ്മ പുരുഷസ്യ കുരുദ്വഃ യസ്തുന്മഖത്വാദ് വർണ്ണാനാം മുഖ്യോ ഭൂത് ബ്രാഹ്മണോ ഗുരുഃ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദരുടെ. ശിലപ്രഭുപാദ് കി ജയ. ഓ കുരുകുല മുഖ്യ, വൈദിക വിവേകം ബൃഹത് രൂപമായ വിരാടിന്റെ വക്ത്രത്തിൽ നിന്നാണ് ആവിർഭൂതമായത്. ഈ വൈദിക ജ്ഞാനം ഇഷ്ടപ്പെടുന്നവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നു. എല്ലാ സാമൂഹിക ക്രമങ്ങളുടെയും സ്വാഭാവിക അധ്യാപകന്മാരും ആത്മീയ ആചാര്യന്മാരും അവരാകുന്നു. വിവർത്തനം ഒന്നുകൂടെ വായിക്കാം, എന്നിട്ട് നമുക്ക് ഭാവാർത്ഥത്തിലേക്ക് പോകാം. ഓ കുരുകുല മുഖ്യ, വൈദിക വിവേകം ബൃഹത് രൂപമായ വിരാടിന്റെ വക്ത്രത്തിൽ നിന്നാണ് ആവിർഭൂതമായത്. ഈ വൈദിക വിജ്ഞാനം ഇഷ്ടപ്പെടുന്നവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നു. എല്ലാ സാമൂഹിക ക്രമങ്ങളുടെയും സ്വാഭാവിക അധ്യാപകന്മാരും ആത്മീയ ആചാര്യന്മാരും അവരാകും. അപ്പൊ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഭഗവാന്റെ ആ വിരാട രൂപത്തിന്റെ വായിൽ നിന്ന് പ്രകടമായി എന്നാണ് ഇവിടെ പറയപ്പെടുന്നു. ഭാവാർത്ഥം വായിച്ചിട്ട് ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനാ പ്രഭുജി. ഹരേ കൃഷ്ണ. വായിച്ചിട്ട്. ഭഗവത്ഗീത 4:13 സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ മനുഷ്യ സമൂഹത്തിലെ 4 ക്രമങ്ങളും ബൃഹത് രൂപത്തിന്റെ ശരീരത്തിന്റെ വികാസത്തിനൊപ്പമാണ് വികസിച്ചത്. വായ, കൈകൾ, അരക്കെട്ട്, കാലുകൾ എന്നിങ്ങനെയാണ് ശരീര വിഭാഗങ്ങൾ. വായിൽ സ്ഥിതി ചെയ്യുന്നവരെ ബ്രാഹ്മണമെന്നും കരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരെ ക്ഷത്രിയരെന്നും അരക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്നവരെ വൈശ്യരെന്നും കാലുകളിൽ സ്ഥിതി ചെയ്യുന്നവരെ ശൂദ്രരെന്നും വിളിക്കുന്നു. എല്ലാവരും പരമോന്നതനായ ഭഗവാന്റെ അതിബൃഹത്തായ വിശ്വരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക ക്രമത്തിൽ ഉച്ചനീച ജാതി പരിഗണനയൊന്നുമില്ല. നമ്മുടെ സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾക്ക് നമ്മൾ കാലെന്നോ കയ്യെന്നോ ഉള്ള പ്രത്യേക പരിഗണനകളോ പരിചരണങ്ങളോ നൽകാറില്ല. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും വായിക്കാണ് പരമ പ്രാധാന്യം. മറ്റേത് ഭാഗം ഛേദിക്കപ്പെട്ടാലും ജീവിതം തുടരാം. വായ ഛേദിക്കപ്പെട്ടാൽ തുടർന്ന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാന്റെ ശരീരത്തിൽ ഹരേ കൃഷ്ണ പ്രഭുജി, എന്റെ ഫോണിന്റെ ഇതായിപ്പോയി, മാറിപ്പോയി. പരിചരണങ്ങളോ നൽകാറില്ല. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും വായക്കാണ് പരമപ്രാധാന്യം. മറ്റേത് ഭാഗം വിച്ഛേദിക്കപ്പെട്ടാലും ജീവിതം തുടരാം. വായ ഛേദിക്കപ്പെട്ടാൽ തുടർന്ന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാന്റെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൈദിക വിവേകത്തോട് വിധേയത്വവും താല്പര്യമുള്ളവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നു. ഒരുവൻ ബ്രാഹ്മണ സോറി പ്രഭുജി, എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. കറക്റ്റ് ആണോ ഞാൻ വായിക്കുന്ന പ്രഭുജി? ഹരേ കൃഷ്ണ. കറക്റ്റ് ആണ്, വായിച്ചത്. ഓക്കെ. ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക ക്രമത്തിൽ ഉച്ചനീച ജാതി പരിഗണനയൊന്നുമില്ല. നമ്മുടെ സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾക്ക് നമ്മൾ കാലെന്നോ കയ്യെന്നോ ഉള്ള പ്രത്യേക പരിഗണനകളോ പരിചരണങ്ങളോ നൽകാറില്ല. അത് വായിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ബ്രാഹ്മണൻ വിളിക്കുന്നു. ഒരുവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ബ്രാഹ്മണ പിതാവിന് പിറന്നവനാണെങ്കിലും അവിടെ വരും. അത് വായിച്ചേട്ടോ. ഒരുവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ബ്രാഹ്മണ പിതാവിന് പിറന്നവനാണെങ്കിലും വൈദിക വിജ്ഞാനത്തോടും
താല്പര്യമില്ലാത്ത ഭൗതികനാണെങ്കിൽ അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ കഴിയില്ല. വേദജ്ഞാനത്തോട് ചായ്വുണ്ടാവുകയാണ് ഒരു ബ്രാഹ്മണന് വേണ്ട പ്രധാന യോഗ്യത. വേദങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ഭക്തത്തിലാകയാൽ വേദജ്ഞാനം ഇഷ്ടപ്പെടുന്ന ഒരുവന് നിശ്ചയമായും ഭഗവത് ഭക്തത്തിൽ ഇടം ലഭിക്കുകയും അവൻ ബ്രാഹ്മണനായി തീരുകയും ചെയ്യും. വേദജ്ഞാനത്തോടുള്ള ഈ താല്പര്യത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും പ്രത്യേക ജാതിയെന്നോ സമൂഹമെന്നോ ഉള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല. ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ഏത് കുടുംബത്തിലെയും ഏതൊരുവനും വൈദിക വിവേകത്തോടെ വിധേയതൽപരനാകാം. അത് അവനെ ഒരു യഥാർത്ഥ ബ്രാഹ്മണനാകാൻ യോഗ്യനാക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോറി പ്രഭുജി, എനിക്ക് എന്തോ ഒരു ഇത് ചെറിയ കറക്റ്റാ, mistake. മതി, വായിച്ച കറക്റ്റ്, കുഴപ്പമില്ല. അടുത്ത ഹരേ കൃഷ്ണ. ആരാണ് വായിക്കേണ്ടത്? മായാദേവി മാതാജിയാന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ഒരു കൃഷ്ണ. ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ സ്വാഭാവിക അധ്യാപകൻ അല്ലെങ്കിൽ ആത്മീയ ഗുരു ആയിരിക്കും. വേദങ്ങളുടെ പരിപൂർണ ജ്ഞാനം ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനെ അറിയുവാൻ വേണ്ടിയാണ്. വൈദിക വിജ്ഞാനത്തിന്റെ അഥവാ വേദാന്തത്തിന്റെ അന്ത്യവും ആ അറിവിലാകുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പറ്റി ഒരു വിവരവുമില്ലാതെ നിർവ്യക്തിക ബ്രഹ്മത്തെ സ്ഥിതി ചെയ്യുന്ന ഒരുവന് വേണമെങ്കിൽ ഒരു ബ്രാഹ്മണനായി തീരാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഒരാത്മീയ ഗുരുവായി തീരാൻ കഴിയില്ല. പത്മപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു: സത്കർമ്മ നിപുണോ വിപ്രോ മന്ത്രതന്ത്ര വിശാരദ അവൈഷ്ണവോ ഗുരുർന സ്യാദ് വൈഷ്ണവ സ്വപജോ ഗുരു. ഒരു നിർവ്യക്തികന് യോഗ്യനായ ബ്രാഹ്മണനായി തീരാൻ സാധിച്ചേക്കാം. പക്ഷേ വൈഷ്ണവ തലത്തിൽ എത്താതെ അഥവാ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഭക്തനാകാതെ ഒരാത്മീയ ഗുരുവായി തീരാൻ സാധ്യമല്ല. ആധുനിക കാലത്തെ വൈദിക വിവേകത്തിന്റെ മഹത്ത് അധികാരിയായ ഭഗവാൻ ചൈതന്യൻ പറഞ്ഞിരിക്കുന്നു: കിബ വിപ്ര കിബ ജ്ഞാസി ശൂദ്രകേനേനയ യേ കൃഷ്ണ തത്വവേത്ത തേ ഗുരു ഹയ. ഒരു വ്യക്തി ബ്രാഹ്മണനോ ശൂദ്രനോ സന്യാസിയോ ആയിരിക്കാം. പക്ഷേ ആത്മീയ ഗുരുവാകാൻ യോഗ്യനാകണമെങ്കിൽ അദ്ദേഹത്തിന് കൃഷ്ണശാസ്ത്രത്തിൽ അവഗാഹമുണ്ടാകണം. ചൈതന്യ ചരിതാമൃതം മധ്യലീല 8:128. അതിനാൽ ഒരു ആത്മീയ ഗുരുവാകാനുള്ള യോഗ്യതയുള്ള ഒരു ബ്രാഹ്മണനാവുകയല്ല, മറിച്ച് കൃഷ്ണശാസ്ത്രത്തിൽ അവഗാഹമുള്ളവനാകുകയാണ്. വൈദിക ജ്ഞാനത്തോട് സുപരിചിതനായ ഒരുവൻ ഒരു ബ്രാഹ്മണനാകുന്നു. അതുപോലെ കൃഷ്ണശാസ്ത്രത്തിന്റെ സങ്കീർണതകൾ അറിയുന്ന പരിശുദ്ധനായ ഒരു വൈഷ്ണവ ബ്രാഹ്മണന് മാത്രമേ ആത്മീയ ഗുരുവാകാൻ യോഗ്യതയുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു, മ്യൂട്ടാ, കേൾക്കത്തില്ല. ഹരേ കൃഷ്ണ. അതെ, ഞാനിവിടെ ഒരു ചോദ്യം ഉള്ളതുകൊണ്ടാണ്. ശരി, സോറി, ക്ഷമിക്കാം. സോ താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. ഹൃദയംഗ നന്ദി വായിച്ചതിൽ, ഭാവാർത്ഥം വായിച്ചത്. വളരെ ലോകത്തില് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് ഭാരതത്തിൽ നടക്കുന്ന ആ ഒരു വർണ്ണവിവേചനത്തിന് ഉള്ള നല്ലൊരു മറുപടി നമുക്ക് ഈ ഒരു ഭാവാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്, ഇതിന്റെ വിവർത്തനം എന്ന് പറയുന്നത് ഒന്നുകൂടി വായിക്കുകയാണ്. ഓ കുരുകുല മുഖ്യ, വൈദിക വിവേകം ബൃഹത് രൂപമായ വിരാടിന്റെ വക്ത്രത്തിൽ നിന്നാണ് ആവിർഭൂതമായത്. ഈ വൈദിക ജ്ഞാനം ഇഷ്ടപ്പെടുന്നവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നു. എല്ലാ സാമൂഹിക ക്രമങ്ങളുടെയും സ്വാഭാവിക അധ്യാപകന്മാരും ആത്മീയ ആചാര്യന്മാരും അവരാകുന്നു. പക്ഷെ ഈ വിവർത്തനത്തിൽ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ശ്ലോകത്തിന്റെ പ്രകാരം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ഹയർ ക്ലാസ് ഉള്ളത്. അതാണ് ഭഗവാന്റെ ആ വിരാട രൂപത്തിന്റെ വായിൽ നിന്നാണ് ഉദ്ഭവിക്കപ്പെട്ടത് എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ഭാവാർത്ഥത്തിൽ ചില പ്രഭുപാദ് പറയുന്നു, ബ്രാഹ്മണർ വായിൽ നിന്നും കൈകളിൽ നിന്ന് ക്ഷത്രിയരും ഉദരഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അരക്കെട്ട് ഭാഗത്ത് നിന്ന് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ഉദ്ഭവിച്ചു എന്ന് ചില പ്രഭുപാദ് പറയുന്നു. ഭഗവാനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭഗവാന്റെ ശിരസ്സും പാദങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അങ്കാനിയസ്യ സകല ഇന്ദ്രിയ വൃത്തിമാന്തി, എല്ലാ അംഗങ്ങൾ കൊണ്ടും ഭഗവാന്റെ എല്ലാ അംഗങ്ങളുടെയും പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ വായെന്നോ പാദമെന്നോ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ നമുക്ക് ഭാവാർത്ഥത്തിൽ തുടർന്ന് നമ്മൾ ചില പ്രഭുപാദ് പറയുന്നത് ഭഗവാന്റെ വായിൽ നിന്ന് വന്നു. അപ്പൊ അതുകൊണ്ട് വായിക്ക് ഒരു പ്രാധാന്യമുണ്ട്. കാരണം ശരീരത്തിന്റെ മറ്റ്
അവയവങ്ങൾ ഏതൊക്കെയെങ്കിലും നമ്മൾ വിച്ഛേദിച്ചു കഴിഞ്ഞാലും, അതായത് കൈകളില്ലാതെ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. തീർച്ചയായിട്ടും പ്രയാസമുള്ളതാണ്, ഇങ്ങനെ ഈസി ആണെന്ന് പറയുകയല്ല, പക്ഷേ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. കാലുകളില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. പക്ഷെ വായില്ലാതെ നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. വായ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വായ് കട്ട് ചെയ്യുമ്പോൾ അറിയില്ല എങ്ങനെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നാലും നമുക്ക് വായ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, കാരണം ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള പ്രയാസമുള്ളതുകൊണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് അതിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കാരണം മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ആയതുകൊണ്ട് ഈവൻ മൗത്ത് ക്യാൻസർ അല്ലെങ്കിൽ വായിലുള്ള ഓറൽ ക്യാൻസർ ഒക്കെ ഉണ്ടാകുന്നവർക്ക് അവരുടെ വായൊക്കെ കുറെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷവും അവർക്ക് ട്യൂബിൽ കൂടി ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്കിലും ഒരു പ്രാക്ടിക്കൽ സെൻസിൽ നോക്കുകയാണെങ്കിൽ വായില്ലാതെ നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. സോ അങ്ങനെ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് ശില പ്രഭുപാദ് അവിടെ നിന്ന് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോ ആ ഭഗവാന്റെ വായിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ബ്രാഹ്മണരായതുകൊണ്ട് അവർക്ക് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനും അവരുടെ എന്താ പറയാ സാമൂഹിക ക്രമത്തിൽ ഉച്ചനീച ജാതി പരിഗണന ഒന്നുമില്ല എന്ന് ശില പ്രഭുപാദ് അവിടെ പറയുന്നുണ്ട്. അത് നമ്മളത് തീർച്ചയായിട്ടും അതൊരു ബേസ് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എങ്കിലും ബ്രാഹ്മണർ എന്ന് പറയുന്നത് ആ ഒരു കുലത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവര് അധ്യാപകരും ഇന്റലിജന്റ് ക്ലാസ് ആണ് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും ശൂദ്രനും ഇല്ലാതെ നമുക്ക് സൊസൈറ്റി നമുക്ക് കൊണ്ടു നടക്കാൻ നമുക്ക് സാധ്യമല്ല. വേദങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ വക്ത്രത്തിലാകയാൽ വേദജ്ഞാനം ഇഷ്ടപ്പെടുന്ന ഒരുവന് നിശ്ചയമായും ഭഗവത് വക്ത്രത്തിൽ ഇടം ലഭിക്കും. വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നത് ഒരു ബ്രാഹ്മണനാണ്. കാരണം ഭഗവാന്റെ വക്ത്രത്തിൽ നിന്ന് തന്നെയാണ് വേദങ്ങളും ഉണ്ടായത്, വേദങ്ങളും ഉദ്ഭവിച്ചത്. സോ അതുകൊണ്ട് വേദജ്ഞാനത്തോടുള്ള ഈ താല്പര്യത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും പ്രത്യേകത ജാതിയെന്നോ സമൂഹമെന്നോ ഉള്ള നിയന്ത്രണങ്ങളുമില്ല. ലോകത്തിന്റെ ഏത് വിഭാഗത്തുമുള്ള ഏത് കുടുംബത്തിലെയും ഏതൊരുവനും വൈദിക വിവേകത്തോട് തത്പരനാകാം. അത് അവനെ ഒരു യഥാർത്ഥ ബ്രാഹ്മണനാകാൻ യോഗ്യനാക്കുകയും ചെയ്യും. യെസ്, ബ്രാഹ്മണൻ എന്നത് തീർച്ചയായിട്ടും സ്പെഷ്യൽ കാറ്റഗറി തന്നെയാണ്. ആ ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പക്ഷേ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അവൻ ബ്രാഹ്മണനാകണമെന്നില്ല. ഏത് കുടുംബത്തിൽ ജനിച്ചാലും ഒരുവന് വേദശാസ്ത്രങ്ങളിൽ താല്പര്യമുള്ളവനാണ് എങ്കിൽ അവൻ തീർച്ചയായിട്ടും ബ്രാഹ്മണൻ തന്നെയാണ് എന്ന് ബ്രാഹ്മണനായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് നമുക്ക് കാണുകയാണ്, ഈ പത്മപുരാണത്തിൽ പറയുന്ന പോലെ ഒരു ഗുരുവിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എത്രമാത്രം ജ്ഞാനം അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള അറിവുണ്ട് എന്നുള്ളതല്ല വിഷയം. ഒരു വൈഷ്ണവനാണെങ്കിൽ മാത്രമേ ഒരു ഗുരു ആകാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ചൈതന്യ മഹാപ്രഭുവും അത് തന്നെ കാണിക്കുന്നു. ഒരു വ്യക്തി ബ്രാഹ്മണനോ ശൂദ്രനോ സന്യാസിയോ ആയിരിക്കാം, പക്ഷെ ആത്മീയ ഗുരുവാകാൻ യോഗ്യനാകണമെങ്കിൽ അദ്ദേഹത്തിന് കൃഷ്ണശാസ്ത്രത്തിൽ അവഗാഹമുണ്ടാവണം. സോ ഭഗവാനെ അറിയുന്നവന് മാത്രമേ ഒരു ഗുരു ആകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു ഗുരു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അജ്ഞതയിൽ നിന്ന് നമ്മളെ അകറ്റുന്നവനാണ്. ഗുരു എന്ന വാക്കിന് നമുക്ക് എല്ലാവർക്കും അർത്ഥമറിയാം. പക്ഷെ എന്താണ് യഥാർത്ഥ അജ്ഞത? നമ്മൾ ശരീരം ആണ് എന്ന മിഥ്യാഹങ്കാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ തത്വത്തിൽ നിന്ന് നമ്മളെ മാറ്റി നമ്മുടെ യഥാർത്ഥ അറിവിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥമായ ജ്ഞാനത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനെയാണ് യഥാർത്ഥ ഗുരു എന്ന് നമുക്ക് വിളിക്കാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധവും ജീവിത ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നവനെയാണ് യഥാർത്ഥ ഗുരു എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വൈഷ്ണവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കൃഷ്ണ അവബോധത്തിലുള്ളവൻ, അതുപോലെ തന്നെ കൃഷ്ണശാസ്ത്രത്തെ കുറിച്ച് അറിഞ്ഞവൻ എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല വിഷയം, ആ വ്യക്തി വൈഷ്ണവനാണോ എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു വൈഷ്ണവ ബ്രാഹ്മണന് മാത്രമേ ആത്മീയ ഗുരു ആകാൻ യോഗ്യതയുള്ളൂ. ബ്രാഹ്മണൻ എന്നതിന് അർത്ഥം എന്താണ്? കാരണം അവിടെ നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഭാഗത്തില് ട്രാൻസ്ലേഷനിൽ അവസാനം പറഞ്ഞ ആ ഒരു കാര്യത്തെ ശ്രീല പ്രഭുപാദ് ഒന്ന് സ്ട്രെസ് ചെയ്ത് ഇൻസിസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്? എല്ലാ സാമൂഹിക ക്രമങ്ങളുടെയും
സ്വാഭാവിക അധ്യാപകന്മാരും ആചാര്യന്മാരും അവരാകുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആ ട്രാൻസ്ലേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? എല്ലാ സാമൂഹിക ക്രമങ്ങളുടെയും സ്വാഭാവിക അധ്യാപകന്മാരും ആചാര്യന്മാരും. അപ്പൊ ആരാണ് യഥാർത്ഥ അധ്യാപകൻ, ആരാർക്കാണ് യഥാർത്ഥ ആചാര്യനാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ശില പ്രഭുപാദ് ഈ ഒരു പോയിന്റിൽ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞതും പത്മപുരാണത്തിൽ പറഞ്ഞതും കൂടെ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് അല്ലെങ്കിൽ വളരെ ക്ലാരിഫൈ ചെയ്ത് നമുക്ക് തരുന്നത്. സോ കാരണം അതിനൊരു റോങ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആ റോങ് ഇന്റർപ്രിട്ടേഷനിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിനെ ആ പോയിന്റ് വളരെ സ്ട്രെസ് ചെയ്ത് ശില പ്രഭുപാദ് ഒരിക്കലും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം അവന് ആചാര്യനോ അധ്യാപകനോ ആകണമെന്നില്ല. യെസ്, ബ്രാഹ്മണാസ് ആർ കൺസിഡേർഡ് ആസ് ഇന്റലിജന്റ് ക്ലാസ്. അതിന് യാതൊരു സംശയമില്ല. ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത് ഇന്റലിജന്റ് ക്ലാസ് തന്നെ, അവര് ഉയർന്ന തലത്തിലുള്ളതാണ്. പക്ഷേ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രാഹ്മണ ക്വാളിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ശൂദ്ര കുടുംബത്തിൽ ജനിച്ചവനാണ് എങ്കിൽ പോലും, അതായത് ഫോർ എക്സാമ്പിൾ ചൈതന്യ മഹാപ്രഭു സ്വയം നാമ ആചാര്യനായിട്ട് ഡിക്ലെയർ ചെയ്ത് സ്വയം അദ്ദേഹത്തിന്റെ എന്താ പറയാ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശവം എടുത്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭു സ്വയം തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ ശവദാഹം നടത്താനായിട്ട് താല്പര്യം കാണിച്ച നാമ ആചാര്യ എന്നറിയപ്പെടുന്ന ഹരിദാസ് ഠാക്കൂർ ഒരു മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ അദ്ദേഹം ജനിച്ചതൊരു മുസ്ലിം കുടുംബത്തിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു നികൃഷ്ടനായിട്ട് ചൈതന്യ മഹാപ്രഭു ഒരിക്കലും കണ്ടിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭക്തിയും ഭഗവത് നാമത്തോടുള്ള ആകർഷണവും കണ്ടിട്ട് അദ്ദേഹത്തിന് നാമ ആചാര്യൻ എന്ന സ്ഥാനം എന്ന ടൈറ്റിൽ വരെ അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് സ്വയം അദ്ദേഹത്തിന്റെ ശവദാഹം നടത്താനായിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്ത് പ്രവൃത്തി ചെയ്ത വ്യക്തിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തി കുഷ്ഠരോഗം പിടിച്ച് കിടന്ന ഒരു വ്യക്തി അദ്ദേഹത്തിനെ ചെന്ന് ആലിംഗനം ചെയ്തു. സോ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള, അതുപോലെ തന്നെ കൊലവേച്ച ശ്രീധർ എന്ന് പറഞ്ഞാൽ കൊലബേച്ച ശ്രീധർ എന്ന് പറയുമ്പോൾ കൊലവേച്ച എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ്. എന്താണ്? പഴം വിറ്റുകൊണ്ട് നടക്കുകയാണ് ചെയ്തത്. കോല എന്ന് പറഞ്ഞാൽ കേല എന്ന ഹിന്ദിയിലുള്ള പദമാണ്. ബംഗാളിൽ അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് കോല എന്നാണ്. കൊലബേച്ച എന്ന് പറഞ്ഞാൽ ഭേജന. സോ പഴം വിറ്റുകൊണ്ടിരുന്ന, പഴം മാത്രമല്ല വാഴയിൽ കൂടി എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാമോ അതെല്ലാം വിറ്റുകൊണ്ടിരുന്നത്. അതായത് വാഴപ്പിണ്ടി, വാഴയുടെ കൂമ്പ്, അതായത് ഫ്ലവർ, പച്ചക്കായ, പിന്നെ പഴുത്ത പഴം, വാഴയില മുതലായ വസ്തുക്കളെല്ലാം വിറ്റുകൊണ്ടിരുന്ന വെറും താഴേക്കിടയിലുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം ഒരു ഉയർന്ന ഭക്തനായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ അത് കാണിക്കുന്നുണ്ട്. അദ്ദേഹം മഹാപ്രഭു കുഞ്ഞായിരുന്നപ്പോൾ മുതലേ ഇദ്ദേഹത്തിനെ ചെന്ന് ടീസ് ചെയ്യുമായിരുന്നു. ചെന്നിട്ട് അദ്ദേഹത്തിനോട് ചെന്ന് കളിക്കുക എന്ന് പറഞ്ഞ സെൻസ്. പഴമൊക്കെ വെറും തുച്ഛമായ പൈസക്കാണ് വിൽക്കുന്നത്. അന്നത്തെ കാലത്തൊക്കെ അറിയാം എത്ര പൈസ ഉണ്ടാകുന്നത്. 1 പൈസ 2 പൈസ, അതുപോലെ അണയൊക്കെ ഉണ്ടാകുന്ന കാലത്ത്. മഹാപ്രഭു 500 വർഷങ്ങൾക്ക് മുമ്പുള്ള സമയത്തെ കുറിച്ചാണ് പറയുന്നത്. അന്ന് അദ്ദേഹം ഈ വാഴയുടെ പ്രൊഡക്ട്സ് വിറ്റിട്ടുണ്ടാകുന്ന പൈസയിൽ നിന്ന് ഏതാണ്ട് 50% അദ്ദേഹം ഗംഗാ പൂജയ്ക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്തത്. വളരെ തുച്ഛമായ പൈസ. അദ്ദേഹം സ്വയം പട്ടിണിയാണ് കിടക്കുന്നത്. എന്നാലും അദ്ദേഹം കിട്ടുന്നതിൽ നിന്ന് 50% അദ്ദേഹം ഗംഗാ പൂജയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക ചെയ്തത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയെ ചെന്നിട്ട് പറയും, നിങ്ങൾ ഭയങ്കര വിലയ്ക്കാണ് വിൽക്കുന്നത്, എനിക്ക് പൈസ കുറച്ചു തരണം, ഇങ്ങനെ ഒരു ക്രൂരനാവരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് മഹാപ്രഭു ഇദ്ദേഹത്തിനെ ചെന്ന് ടീസ് ചെയ്യും. എന്നിട്ടും അദ്ദേഹം കൊടുക്കും. ചെന്നിട്ട് മഹാപ്രഭു, നീ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ, എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. സ്നേഹം കൊണ്ടുള്ള ഒരു സംഭാഷണവും അവർ തമ്മിലുള്ള ഡീലിങ്ങുമാണ്. അവസാനം ഒരു പ്രാവശ്യം പറയും, ഇങ്ങനെ വെറും പാവപ്പെട്ട എന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നത് എന്ന് മഹാപ്രഭുവിനോട് കൊലബേച്ച ശ്രീധർ ചോദിക്കുമ്പോൾ മഹാപ്രഭു തിരിച്ചൊരു മറുപടി പറയുന്നു, നീ വലിയൊരു പണക്കാരനാണെന്ന് എനിക്കറിയാം. നീ പാവപ്പെട്ടവനായിട്ട്
നീ മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മഹാപ്രഭു പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഹൃദയം മുഴുവൻ കൃഷ്ണഭക്തി നിറച്ചു വെച്ചുകൊണ്ട് ഉള്ള ഒരുവനാണ് ഏറ്റവും വലിയ പണക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ധനികൻ എന്ന് മഹാപ്രഭു അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കൊലബേച്ച ശ്രീധരൻ എന്ന് പറയുന്ന വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് പോലും മഹാപ്രഭു അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഹരിദാസ് ഠാക്കൂറിന് പോലും നാമാചാര്യൻ എന്ന് പറയുന്ന സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ അതേ സമയത്ത് പ്രതാപരുദ്ര മഹാരാജാവ് എന്ന് പറയുന്ന ജഗന്നാഥ് പുരി, ഒറീസയിൽ ജഗന്നാഥ് പുരിയിലെ രാജാവായിരുന്ന അദ്ദേഹത്തിനെ അടുത്തേക്ക് വരുത്താൻ അദ്ദേഹം തയ്യാറായില്ല. അതും കാണണം. സോ ഏത് കുലത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഏത് ഇതില് ജീവിക്കുന്നു അല്ലെങ്കിൽ ഏത് സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല മഹാപ്രഭു കണ്ടിരുന്നത്. മഹാപ്രഭു കണ്ടത് ഹൃദയത്തിൽ കൃഷ്ണഭക്തി മാത്രമാണ്. തീർച്ചയായിട്ടും പ്രതാപരുദ്ര മഹാരാജാവ് കൃഷ്ണഭക്തിയിൽ അഗ്രഗണ്യൻ തന്നെ ആയിരുന്നു. അത് മഹാപ്രഭുവിന്റെ മറ്റൊരു ലീലയാണ്. പക്ഷെ അത് കാണിക്കാൻ, അതെന്താണ്, ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മഹാപ്രഭു അത് ചെയ്തത്. കാരണം മഹാപ്രഭു അങ്ങനെ അദ്ദേഹത്തിനെ തിരസ്കരിക്കാനുള്ള കാരണം ഭൗതികതയിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയെ അടുപ്പിക്കത്തില്ല എന്നൊരു കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ്. ഒരു രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടും അതുപോലെ തന്നെ ഭൗതികം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക്, അതായത് സാമ്പത്തികപരമായിട്ടും സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവരുമായിട്ട് ഞാൻ സംഘം ചേരില്ല എന്നൊരു കൺസെപ്റ്റ് മഹാപ്രഭു പഠിപ്പിക്കാനാണ് പ്രതാപരുദ്ര മഹാരാജാവുമായിട്ടുള്ള ആ ഒരു ലീല. പക്ഷെ അവസാനം ഭക്തന്മാരുടെ കൃപ കൊണ്ട് പ്രതാപരുദ്ര മഹാരാജാവ് മഹാപ്രഭുവിന്റെ സംഘം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു പാസ് ടൈമാണ് ചൈതന്യ ചരിതാമൃതത്തിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പാസ് ടൈമാണ് പ്രതാപരുദ്ര മഹാരാജാവിന് കൊടുക്കുന്ന ആ ഒരു ലീലയെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു വന്നത് മഹാപ്രഭു അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ല മഹാപ്രഭു നോക്കിയിരുന്നത്, അവരുടെ ഹൃദയത്തിലെ കൃഷ്ണഭക്തി മാത്രമാണ്. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ് ഏതായിരുന്നാലും കൃഷ്ണഭക്തി ഉള്ളവന് മാത്രമേ ഗുരു ആകാൻ സാധിക്കത്തുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ തത്വം അതുപോലെ ആ ജ്ഞാനം മനസ്സിലാക്കിയവർ മാത്രമേ ഒരു യഥാർത്ഥ ബ്രാഹ്മണനാകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വൈഷ്ണവ ബ്രാഹ്മണനാണ് യഥാർത്ഥ ഗുരു ആകാൻ സാധിക്കത്തുള്ളൂ എന്ന കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നമുക്കിവിടെ കിട്ടുകയാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലൈനിനെ ഒന്നുകൂടി എന്താ പറയാ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പ്രഭുപാദ് നമുക്ക് പല കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് തരികയാണ് ചെയ്തത്. സോ എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എനി ക്വസ്റ്റ്യൻ ഓൺ ദിസ് റിഗാർഡ്? കാരണം ഒരു കോൺട്രവേഴ്സി ആയിട്ട് നടക്കുന്ന സംഭവമാണ് ഇന്ന് ലോകത്തില്. പ്രത്യേകിച്ച് നമ്മുടെ സനാതന ധർമ്മത്തിന് പലരും ഇകഴ്ത്തിക്കാട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ താഴ്ത്തിക്കാട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാന ഇതിൽ നിൽക്കുന്നതാണ് ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന 4 സമ്പ്രദായങ്ങളുടെ വർണ്ണങ്ങളുടെ എന്താ പറയാ ആ ഒരു കാറ്റഗറൈസേഷൻ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. യെസ്, ഡെഫിനറ്റ്ലി ദർ ഇസ് കാറ്റഗറൈസേഷൻ. പക്ഷെ അതേ സമയത്ത് മഹാപ്രഭു പറഞ്ഞ മറ്റൊരു ശ്ലോകം കൂടെ ഉണ്ട്. ഇവൻ നാഹം വിപ്രോ നച്ച നരപതിർനാപി വൈശ്യോ ന ശൂദ്രോ നാഹം വർണ്ണീ നച്ച ഗൃഹപതിർനോ വനസ്ഥോ യതിർവാ ഹിന്ദു പ്രോദ്യാൻ നിഖില പരമാനന്ദ പൂർണ്ണാമൃതാബ്ധേർ ഗോപി ഭർത്തു കമലയോർ ദാസാനുദാസ. ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ ബ്രഹ്മചാരിയോ അല്ല. ദെൻ വാട്ട് ഈസ് മൈ ഐഡന്റിറ്റി? എന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഗോപി ഭർത്തു കമലയോർ ദാസാനുദാസ. ഐ എം ദ സെർവന്റ് ഓഫ് ദ സെർവന്റ് ഓഫ് ദ സെർവന്റ് ഓഫ് ഗോപി ഭർത്ത. ഭഗവാൻ കൃഷ്ണന്റെ ദാസന്റെ ദാസാനുദാസനാണ് ഞാൻ അതാണ് എന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എന്ന് മഹാപ്രഭു പറയുകയാണ് ചെയ്യുന്നത്. സോ വി ഷുഡ് ഓൾസോ ഫോളോ ഹിസ് ഫുഡ് സ്റ്റെപ്സ്. ആ ഒരു ആചാര്യ പരമ്പരയിൽ കൂടി വരുന്ന നമ്മൾ അത് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആവും. യെസ്, ഗംഗാനാഥ് പ്രഭു എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രഭുജി, അതായത് ഭൗതിക ഐശ്വര്യത്തില് രുദ്രപ്രതാപ് മഹാരാജും
അതുപോലെ തന്നെ ലൈംഗികതയില് ഇഷ്ടപ്പെടായിരുന്നു ഛോട്ടാ ഹരിദാസ് ഠാക്കൂർ അല്ലേ പ്രഭുജി? എൻ്റെ ഒരു ഊഹത്തില് അതെ, ഛോട്ടാദാസ് ഛോട്ടാ ഹരിദാസ് ഹരിദാസ് ഠാക്കൂറിന്റെ ഠാക്കൂർ. അത് വേറൊരു കഥയാണ്. അതെ, ഛോട്ടാ ഹരിദാസ് ഹരിദാസിന്റെ വേറൊരു കഥയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, താങ്ക് യു. യെസ്, മായാതീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. BDS വിദ്യാർത്ഥിയുടെ മരണം ഇപ്പൊ സീസണൽ ആയിട്ട് അങ്ങനെ അതും ഇതിനൊരു ഇതല്ലേ? അതെ 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 അതെ, യെസ് കറക്റ്റ് ആണ്. കാരണം ഇത് അതിനൊരു എന്താണ്, എന്തൊക്കെയോ ബോഡി ഷേമിങ്ങും, അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കൊച്ചു പയ്യനെ നീ ഇത് പഠിക്കാൻ യോഗ്യനല്ല അങ്ങനെ പറഞ്ഞ്, യെസ് കറക്റ്റ് ആണ് മാധവി പറഞ്ഞത്. കാരണം അതൊക്കെ അത് വളരെ എന്താ നാരോ മൈൻഡഡ് ആണ്. നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്ന ചില ചിന്താഗതികൾ. സോ അതിന് അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളെ പോയിന്റ് ചെയ്തുകൊണ്ട് അതിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള അവസരമായിട്ട് മറ്റു പലരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ യഥാർത്ഥത്തിൽ ശാസ്ത്രങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമം ആരും നടത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശ്രമം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ നമ്മളുടെ ഈവനിങ്ങിലുള്ള ഒരു നമ്മളുടെ ഭഗവത്ഗീത ഓവർവ്യൂ കോഴ്സ് നടക്കുന്നതില് ഒരു മാതാജി ചോദിച്ച ഒരു ചോദ്യമാണ്. മാതാജി എവിടെയോ ഒരു ബുക്കിൽ വായിച്ചു അത്രേ, ആ വാക്ക് ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയാണ്. ആത്മസ്വരൂപം. യെസ്, ആത്മസ്വരൂപം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിനെ കുറിച്ചല്ലേ പറയുന്നത്? ശരീരവും ആത്മാവിന്റെ ഒരു ഭാഗമല്ലേ എന്ന് അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്താണ് പറയാനുള്ളത് എന്ന് മാതാജി ചോദിച്ചു. സോ അബ്സല്യൂട്ട്ലി ഇറ്റ്സ് ലൈക്ക്, see, I'm not blaming her. മാതാജിയെ ബ്ലെയിം ചെയ്യില്ല. ഷീ ആസ്ക്ഡ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, റെലവെന്റ് ക്വസ്റ്റ്യൻ ആണ് മാതാജി ചോദിച്ചത്. കാരണം ഷീ റെഡ് ഇൻ സംബഡീസ് ബുക്ക്. ആരുടെയോ ബുക്കില് മാതാജി അങ്ങനെ വായിക്കാനിടയായ കാര്യങ്ങൾ. സോ ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് ക്യാൻ ബി ബോഡി. ആത്മസ്വരൂപം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ഐ ഡോണ്ട് നോ ഏത് ബുക്കിലാണ് മാതാജി വായിച്ചത്, ആരെഴുതിയതാണ്. ഇനി ഒരുപക്ഷെ മാതാജിയുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായ പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ദാറ്റ്സ് എ ബേസിക് കൺസെപ്റ്റ് ആണ്. നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ് എന്നതാണ് യഥാർത്ഥ ആത്മസ്വരൂപം എന്ന് മനസ്സിലാക്കേണ്ടത്. സോ മേ ബി ഇറ്റ്സ് ഹെർ അണ്ടർസ്റ്റാൻഡിംഗ് പ്രോബ്ലം. പക്ഷെ കാരണം അത് ആ ഒരു തെറ്റ് വരാൻ സാധ്യതയില്ല. ഇനി സംബഡിയസ് അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് ശാസ്ത്രങ്ങളെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായ രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഒറ്റ പർപ്പോട്ടിൽ എത്ര സ്പെസിഫിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഹൂ ഈസ് എ ബ്രാഹ്മണ, ഹൂ ഈസ് ക്വാളിഫൈഡ് ടു ബി എ ടീച്ചർ. ഇറ്റ്സ് വെരി ക്ലിയർ. ഹരേ കൃഷ്ണ. സോ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇനി ഫർദർ പോയിന്റ് കമന്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വളരെ കോൺട്രവേഴ്സി ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ഹരികൃഷ്ണ പ്രഭു, ഈ ആ, വൈഷ്ണവ ബ്രാഹ്മണസിന് ഇപ്പൊ വൈഷ്ണവ ബ്രാഹ്മണന് മാത്രമേ ആത്മീയ ഗുരുവാവാൻ യോഗ്യതയുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ 100-1 വൈഷ്ണവ ബ്രാഹ്മണൻസിന് തെറ്റ് പറ്റുന്നില്ലേ? ശരീരമല്ല ആത്മാവാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടും അവർക്കും ഇല്ലേ ഈ പാർഷ്വാലിറ്റി? അതായത് ചിലർ സൗന്ദര്യത്തിന്റെയും സമ്പത്തിന്റെയും മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലേ പ്രഭു? അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ജ്ഞാനം ഉണ്ടായിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് തെറ്റ് പറ്റുന്നത്? ഹരികൃഷ്ണ. മതി, എന്നെ ഉദ്ദേശിച്ചാണോ ചോദിച്ചത് എനിക്കറിയില്ല. ഐ എം ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. സി, വി ആർ പ്രാക്ടീസിങ് ഡിവോട്ടീസ്. നമ്മൾ പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. പ്രാക്ടീസിങ് ഡിവോട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. നമ്മൾ പഠിക്കേണ്ടത് തീർച്ചയായിട്ടും ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ച്, നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഭാഗവതം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ചെറിയൊരു പ്രാർത്ഥന ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇത് പഠിച്ചു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ എങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒന്ന്, ജീവിത സാഹചര്യം, നമ്മൾ ജീവിക്കുന്ന സർക്കംസ്റ്റാൻസസ്, പിന്നെ നമ്മൾ എത്രയോ കോടിക്കണക്കിന് ജന്മ
ജന്മങ്ങളായി കൊണ്ടുവന്ന നമ്മളുടെ വാസന അതത്ര കഴുകിക്കളയാൻ പറ്റത്തില്ല മാതാജി. അതായത് നമുക്കുള്ള ഒരു ഇൻക്ലിനേഷൻ നമുക്ക് എത്രയായാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം പുറത്തു വരും. അപ്പൊ അതത്ര ഈസി ആയിട്ട് നമുക്കത് തട്ടിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് കോടാനുകോടി ജന്മങ്ങൾ ചെയ്തു വന്ന പാപങ്ങളുടെ കറ ഒരു ജന്മം കൊണ്ട് കഴുകിക്കളയാൻ പറ്റുമോ? പറ്റും. കൃഷ്ണ കോൺഷ്യസ്നസ് 100% അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ. പക്ഷെ ആ ഒരു കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വൈഷ്ണവരുടെ അസീമമായ കൃപ നമുക്കുണ്ടാവണം. അവരെ നമ്മൾ അതുപോലെ സേവനം ചെയ്യണം. മാതാജി പറഞ്ഞു ഇപ്പോ 100-ൽ 1 എന്ന് മാതാജി പറഞ്ഞു. പക്ഷെ അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. 100-ൽ ഒരാളെ പോകുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. കാരണം 100 പേരിൽ 99 പേര് കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥം അതിനകത്തുണ്ട്. 100-ൽ ഒരാള് തെറ്റ് കാണിക്കുന്നുണ്ട് എങ്കിൽ 100-ൽ 99 പേര് ശരിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥങ്ങൾ അതിലുണ്ട്. സോ ഐ വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ബെറ്റർ. കാരണം നമുക്ക് അതിലേക്കാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. മാതാജി ആ ഒരു ഒബ്സർവേഷൻ ആണ് എങ്കിൽ ഈ കലിയുഗത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ എ കൃഷ്ണ കോൺഷ്യസ്നസ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് കൺസേൺ. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ് എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഒരു പ്രാവശ്യം ഒരു ദിവസം ശ്രീല പ്രഭുപാദ് അമേരിക്കയില് ഒരു പാർക്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രഭു വന്നിട്ട് ഓടി വന്ന് ശ്രീല പ്രഭുപാദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രഭുപാദ് ഒരു മാതാജി വേറൊരു പ്രഭുവിന്റെ കൂടെ ഓടിപ്പോയി. അദ്ദേഹം വിചാരിച്ചു പ്രഭുപാദിന് ഒരുപാട് വിഷമം വരും, ആരാണത്, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ട് ആണ് ഓടി വന്ന് പറയുന്നത്. ശ്രീല പ്രഭുപാദ് കേട്ടിട്ട് എന്ന് ചിരിക്കുക ചെയ്തത്. അപ്പൊ അദ്ദേഹം വിചാരിച്ചുടാ ഇപ്പൊ ഞാൻ പറഞ്ഞത് വെറും നിസ്സാരമായിട്ട് ശ്രീല പ്രഭുപാദ് എടുത്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീല പ്രഭുപാദ് ചോദിക്കും എന്താണ് പ്രഭുപാദ് ചിരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, പ്രഭു നമ്മൾ ഇന്ന് കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിശയം ഈ കലിയുഗത്തില്. ഒരു പ്രഭു അല്ലെങ്കിൽ ഒരു മാതാജി വേറൊരു പ്രഭുവിന്റെ കൂടെ ഓടിപ്പോയി എന്നുള്ളത് കലിയുഗത്തിൽ സർവ്വസാധാരണമാണ്. There's nothing special in that, wondering in that. അല്ലെങ്കിൽ അതിനൊരു അതിശയമില്ല. കലിയുഗത്തിലെ അതിശയം നമ്മളിപ്പോൾ കൃഷ്ണ കോൺഷ്യസ്നസ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ വി ആർ ലക്കി, വി ആർ വൺ അമംഗ് ദ ലക്കി പീപ്പിൾ എന്നാണ് ശ്രീല പ്രഭുപാദ് ആൻസർ കൊടുത്തത്. സോ കലിയുഗം എന്ന് പറയുന്നത് അതാണ് കലിയുഗത്തിന്റെ ഇഫക്റ്റ്, ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പോ മാതാജി പറഞ്ഞ 99, എനിക്കത് വിശ്വാസമില്ല 100-ൽ 99 പേര് കൃഷ്ണ കോൺഷ്യസ്നസ് പെർഫെക്റ്റ് ആയിട്ട് പാലിക്കുന്നവരുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇഫ് ഇറ്റ് ഇസ് 50% ഓൾസോ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് സക്സസ്. കലിയുഗത്തിന്റെ ഇമ്പാക്ട്, പ്രഭാവം എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതാണ്. അതിനെതിരെ ഒരു യുദ്ധം തന്നെ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അത് നമുക്ക് അത്ര ഈസി ആയിട്ട് നമ്മളുടെ പേഴ്സണൽ കാര്യം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടു തന്നെയാണ് വളരുന്നത്. അത് കണ്ടു തന്നെ പഠിക്കുകയും വേണം, അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ കണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളെക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരെ കുറിച്ച് കാണുക. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില വീഴ്ചകൾ സംഭവിച്ചേക്കാം. ഗുരു മഹാരാജ് ഹിസ് ജയപതാക സ്വാമി ഗുരു മഹാരാജ് പറഞ്ഞ ഒരു കാര്യമാണ്, ഒരാൾക്കൊരു പക്ഷെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ ഹീസ് നോൺ ആസ് എ ഫോളൻ ഡിവോട്ടി. ഒരു ഫോളൻ ഡിവോട്ടി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. സോ സ്റ്റിൽ ഹീസ് എ ഡിവോട്ടി ഓഫ് ലോർഡ് കൃഷ്ണ. ഭഗവാന്റെ ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലും താഴ്ത്തി കെട്ടാൻ പറ്റത്തില്ല. അതുപോലെ മറ്റൊരു കഥ കൂടെ പറയാം. ഐ കം ടു വിഷ്ണുപ്രിയ മാതാജി ആൻഡ് ഗംഗാനാഥ് പ്രഭു. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ആശ്രമത്തില് കുറെ ശിഷ്യന്മാർ ഇൻ ദ സെൻസ് ഭക്തനാകാനായിട്ട് ആഗ്രഹമുള്ളവരും ഒക്കെ ഇങ്ങനെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭക്തൻ ഫോളൻ ഡൗൺ, അതായത് നിയമങ്ങൾ പാലിക്കാതെ അദ്ദേഹം താഴെ പോയി. അങ്ങനെ എന്താ പറയാ, വീഴ്ച സംഭവിച്ചപ്പോ മറ്റു ഭക്തന്മാരെല്ലാരും കൂടെ ചെന്ന്, അതായത് മറ്റു ശിഷ്യന്മാരെല്ലാരും കൂടെ ചെന്നിട്ട് ഗുരുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഗുരു മഹാരാജ് അല്ലെങ്കിൽ ഗുരുദേവ ഇന്ന പോലാണ് സംഭവിച്ചത്, ആ ആള് പാലിക്കുന്നില്ല. I'm just saying like it's not an ISKCON, it's like solely a story and I don't know whether it has happened also. പക്ഷെ
ഇത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്കോണിലാണ് എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇസ്കോണിലെ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം 16 റൗണ്ട് സ്റ്റാൻഡ് ചെയ്യുന്നില്ല, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നില്ല, അദ്ദേഹം സ്ത്രീകളുമായിട്ടൊക്കെ സംഘം ചെയ്യുന്നു. അങ്ങനെ ആ ആളിനെ കുറിച്ചിട്ട് ഒരു കൂട്ടം ഭക്തന്മാർ വന്നിട്ട് കുറെ കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ ആ ഗുരു ചോദിച്ചു, നിങ്ങൾ ഇതെല്ലാം പാലിക്കുന്നുണ്ടോ? നിങ്ങൾ ഇതെല്ലാം ഒന്ന് മ്യൂട്ടിൽ ഇരുന്നാട്ടെ എല്ലാവരും ദയവായിട്ട്. സോ നിങ്ങൾ ഇതെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് മഹാരാജ് സന്യാസി അല്ലെങ്കിൽ ഗുരു മറ്റു ശിഷ്യന്മാരോട് ചോദിക്കും. പറഞ്ഞു, ഗുരുവാ ഞങ്ങളെല്ലാം കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ 3:30 എഴുന്നേൽക്കുന്നുണ്ട്, 4 മണി മുതൽ 6 മണി വരെ ചാൻഡ് ചെയ്യുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, ബുദ്ധിസ്റ്റ് കുറിച്ച് പോകുന്നുണ്ട്, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്നിട്ട് ഗുരുവിനോട് അവർ ആവശ്യപ്പെട്ട എന്താണെന്ന് അറിയാമോ? യു ബെറ്റർ ഡോണ്ട് അസോസിയേറ്റ് വിത്ത് ഹിം. കാരണം അദ്ദേഹം ഫോളൻ ഡിവോട്ടിയാണ്, അദ്ദേഹത്തിനോട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഇതാണ് ഈ ഡിവോട്ടീസ് എന്ന് ഗുരുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഗുരു തിരിച്ചു പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഇതെല്ലാം പാലിക്കുന്നുണ്ട്, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് മൈ അസോസിയേഷൻ. നിങ്ങൾക്ക് എന്റെ അസോസിയേഷൻ ഇനി ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി അതിന് കേപ്പബിൾ ആണ്. എന്റെ അസോസിയേഷൻ വേണ്ടത് അവനാണ്. ബിക്കോസ് ഹീസ് ഫോളൻ ഡൗൺ. അവനാണ് എന്റെ സഹായം ആവശ്യമുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് പോയിട്ട് ഇനി ഇരിക്കാം, നിങ്ങൾ സ്വയം നോക്കിക്കൊള്ളൂ എന്നാണ് ആ ഗുരു അവരോട് പറഞ്ഞത്. സോ നമ്മൾ ഒരാൾ താഴ്ന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളിനെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, നമ്മൾ കൂടെ നിർത്തുകയാണ് വേണ്ടത്. നമ്മൾ അദ്ദേഹത്തിനെ കൂടെ പിടിച്ചുകൊണ്ട്, യെസ് പ്രഭു, ഇറ്റ് ഹാപ്പൻസ്, ഇത് കലിയുഗമാണ്, ഇങ്ങനെ സംഭവിക്കും, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പുറകോട്ട് പോകണ്ട, വി ആർ വിത്ത് യു, നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ആളിനെ കൈപിടിച്ച് ആ വീഴ്ചയിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ വീഴ്ച സംഭവിക്കുക എന്ന് പറയുന്നത് ഇസ്കോണിൽ സർവ്വസാധാരണ. അതിന് ഒരു മറ്റൊരു നല്ല മനോഹരമായ ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് തന്റെ ഗൗഡീയ മഠത്തിനെ കുറിച്ച് പറഞ്ഞത്, ദിസ് ഇസ് എ ഹോസ്പിറ്റൽ, ദിസ് ഇസ് എ സ്പിരിച്വൽ ഹോസ്പിറ്റൽ. ഇതൊരു ആധ്യാത്മിക ആശുപത്രിയാണ്. ഇതിലുള്ളവരെല്ലാവരും അസുഖം പിടിച്ചവരാണ്. അസുഖം പിടിച്ചവർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നവര് അസുഖത്തിന്റെ സിംറ്റംസ് കാണിക്കും. അതാണ് പ്രാക്ടീസിങ് ഡിവോട്ടി എന്ന് ഞാൻ ഇതിന്റെ ആരംഭത്തിൽ പറഞ്ഞത്. പ്രാക്ടീസിങ് ഡിവോട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചില ചീത്ത കാര്യങ്ങളൊക്കെ പുറത്തു വരാം. ആ സിംറ്റംസ് നമ്മൾ കാണിച്ചെന്ന് വരാം. സിംറ്റംസ് കാണിച്ചത് കൊണ്ട് നമ്മൾ മരുന്ന് കഴിക്കാതിരിക്കുകയോ, ചില അസുഖങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഒന്നും പോകത്തില്ല. ജീവിതകാലം മുഴുവൻ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അതിന് പ്രിക്കോഷൻസ് എടുക്കണം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ എന്തിനാ ഈ മരുന്ന് കഴിക്കുന്നത്, അസുഖം മാറുന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്. സോ ചാൻഡ് ഞാൻ ചെയ്തിട്ടും എന്റെ ഈ ചിന്തകൾ മാറുന്നില്ല, ഞാൻ ചാൻഡ് ചെയ്യുന്നില്ല. നോ, കണ്ടിന്യൂ ചാൻഡിങ്. നമ്മൾ അതിൽ കൂടെ നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ ഈ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെല്ലാം രോഗികളാണ്. ഇതെല്ലാം രോഗികൾ എവിടെ കിടക്കുന്നത്, പിന്നെ ഞാൻ ആശുപത്രിയിലോട്ട് വരുന്നത്, ഞാൻ വീട്ടിൽ പോയി കിടന്നോളാം എന്ന് പറയുമോ? കാരണം ആശുപത്രിയിൽ ചെല്ലുന്നത് രോഗികളാണ് അവിടെ കിടക്കുന്നത്, രോഗികളാണെന്ന് ഐഡന്റിഫൈ ചെയ്തവരാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ they are diseased, അല്ലെങ്കിൽ അവർക്ക് ആധ്യാത്മികപരമായ അസുഖങ്ങൾ ഉള്ളവരാണ്. അസുഖം ഉള്ളവര് ചിലപ്പോൾ ചുമച്ചെന്ന് വരാം, ചിലപ്പോൾ ഛർദ്ദിച്ചെന്ന് വരാം, ചിലപ്പോൾ ബ്ലഡ് ഛർദ്ദിച്ചെന്ന് വരാം, ചിലപ്പോൾ കൈകളിൽ കൂടി കൈ മുറിച്ചു കളഞ്ഞെന്ന് വരാം, അല്ലെങ്കിൽ തലവേദന എടുത്തെന്ന് വരാം. ദാറ്റ്സ് ഓൾ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്. അപ്പോ അതുകൊണ്ട് അങ്ങനെ അവരങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒരിക്കലും മാറ്റി നിർത്തുകയല്ല, നമ്മൾ കൂടെ നിർത്തുകയാണ് വേണ്ടത്. ദിസ് ഇസ് മൈ ഒബ്സർവേഷൻ മാതാജി. തീർച്ചയായിട്ടും ഞാനും ഈ മാതാജി പറഞ്ഞ അതേ രീതിയിലാണ്. പക്ഷെ ദിസ് ഇസ് വാട്ട് ശാസ്ത്ര ആൻഡ് ആചാര്യാസ് ടീച്ചേഴ്സ്. ഞാൻ ഉൾപ്പെടുന്ന വ്യക്തികള് ഇത് പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിലൊരു അതിശയോക്തി ഇല്ല. ഒരാള് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരാളല്ല മാതാജി, ധാരാളം സംഭവിക്കുന്നുണ്ട്. ഇസ്കോണിനുള്ളിൽ ധാരാളം സംഭവിക്കുന്നുണ്ട്. ഇസ്കോണിൽ മാത്രമല്ല, എവരി സ്പിരിച്വൽ ഓർഗനൈസേഷൻ എല്ലാ സ്ഥലങ്ങളിലും നടക്കും. കലിയുഗത്തിന്റെ പ്രഭാവം അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ക്ലിയർ ആണോ രാധിക മാതാജി? ഹരേ കൃഷ്ണ പ്രഭു, ക്ലിയർ ആയി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ രാധിക മാതാജി. താങ്ക് യു സോ മച്ച് മാതാജി. ഓക്കെ, എനിക്കത് വിഷ്ണുപ്രിയ മാതാജി ആദ്യം കൈ ഉയർത്തിയാണ്. വിഷ്ണുപ്രിയ മാതാജി എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്?
ഹരേ കൃഷ്ണ വിഷ്ണുപ്രിയ പ്രഭുജി, മാതാജി. പ്രണാമം. ആ പറയാ എനിക്ക് ഹരേ കൃഷ്ണ കേൾക്കണില്ലേ പ്രഭു? കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട് മതി. ഒന്നുകൂടെ കേൾക്കണില്ലേ? മൈക്രോഫോൺ അടുത്ത് പോയി സംസാരിച്ചാൽ ഹരേ ഇച്ചിരി കൃഷ്ണ. ക്ലിയർ ആവും. ഹരേ കൃഷ്ണ. എപ്പോഴാ പ്രഭു? ഇപ്പൊ ബെറ്റർ. ഇപ്പോഴും കേൾക്കണില്ലേ? ആ കേൾക്കാം ആ പറഞ്ഞു. വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ സാധാരണ പറയണ നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കണം. ഇസ്കോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ശാസ്ത്രങ്ങൾ പഠിക്കാനും കേൾക്കാനും വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഇപ്പൊ പുതിയ പുതിയ കുറെ ആളുകൾ പറയണത് നിങ്ങൾ ശാസ്ത്രം ഒന്നും പഠിക്കണ്ട, നിങ്ങൾ ഭഗവാന്റെ ഒരാളായാൽ മതി. അതായത് നമ്മൾ എന്താണോ തെറ്റെന്ന് പറയണത്, സഹജീയരെന്ന് പറഞ്ഞ തെറ്റെന്ന് പറയണത്, അതിനെയാണ് ഇപ്പൊ ഇവര് പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു പുതിയൊരു പയ്യൻ ഇറങ്ങിയിട്ടുണ്ട്. സോറി, ഞാൻ അങ്ങനെ പറയണത് അത്ര വലിയ പ്രായമൊന്നുമില്ല അദ്ദേഹത്തിന്. ഇപ്പൊ ഗുരുവായൂർ എല്ലായിടത്തും എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അദ്ദേഹമൊക്കെ പറയണത് അങ്ങനെയാണ്, നമ്മളിങ്ങനെ ശാസ്ത്രങ്ങളൊന്നും പഠിക്കണ്ട, നിങ്ങൾ ഭഗവത്ഗീതയോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ ഭഗവാനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതൊരു നല്ല കാര്യമാണ്, അല്ലാന്നല്ല. പക്ഷെ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യാണ്ടിരിക്കണ എന്ന് പറയണത് ഒരു തെറ്റായ മാർഗല്ലേ പ്രഭു? സോ കലിയുഗത്തിലേക്ക് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ഹരിനാമ സങ്കീർത്തനം. അപ്പൊ ശാസ്ത്രങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? ഞാൻ ശാസ്ത്രം ശാസ്ത്രം ഇല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ. അത് തന്നെ, ഭഗവത്ഗീതയും ഭാഗവതവും ആണെങ്കിൽ തന്നെ അത് കേൾക്കാതെ അതിൽ നിന്ന് മനസ്സിലാക്കാതെ പിന്നെ നമ്മൾ എവിടെ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്? ആര് പറയുന്നത് അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? കലിയുഗത്തില് ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തിയോട് തന്നെ ചോദിക്കാം, നിങ്ങൾ എന്ത് ആധികാരികതയിലാണ് ഇത് പറയുന്നത്? ശാസ്ത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ വേദശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയാമോ? ആർക്ക് പറയാം? എന്താണ് ദ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ വി റിസീവ് ഫ്രം ദ സ്ക്രിപ്റ്റേഴ്സ് ബൈ റീഡിങ് ഓർ ലേണിംഗ് സ്ക്രിപ്റ്റേഴ്സ്? അതായത് ഹൃദയശുദ്ധീകരണം. ഹൃദയ ശുദ്ധീകരണം. പെർഫെക്റ്റ്ലി ഫൈൻ. യെസ്, സംശയമില്ല. യെസ്, വിഷ്ണുപ്രിയ എന്ത് പറയുമായിരുന്നോ? അതോ? അതെ പ്രഭു. അതായത് നമ്മള് നമ്മുടെ അസ്തിത്വം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ നല്ലപോലെ ഈ സമൂഹത്തിൽ ഇപ്പൊ പറയണ പോലെ എവിടെ നിന്നാലും ആ ഒരു ചെളി പുരണ്ടാണ്ട് ഒരുവിധമൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു ഓക്കെ, അതായത് മെറ്റീരിയൽ കണ്ടാമിനേഷനിൽ നിന്ന് മാറി നിൽക്കാം അല്ലേ? ഒരു പരിധി വരെ നമുക്കത് വെരി ഗുഡ്, മനസ്സിലാക്കാൻ വെരി ഗുഡ്. പറ്റും. നല്ല ഒബ്സർവേഷൻ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഗോഡ് ഉള്ള അൾട്ടിമേറ്റ് ഉള്ളത് മനസ്സിലാകും. ഭഗവാനാണ് അൾട്ടിമേറ്റ് എന്ന തിരിച്ചറിവ്. വെരി ഗുഡ്, നല്ല ഒബ്സർവേഷൻ. യെസ്, എനിത്തിങ് എൽസ്? പരമസത്യം മനസ്സിലാക്കുക, ആ സത്യം എന്താണെന്ന് സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിക്കാൻ സാധിക്കും. Okay, yes, Diveshri is saying that I am not this body. Yes, correct. നല്ലതാണ്. There is something else I am expecting. ആദ്യം നമുക്ക് ഇതൊക്കെ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ is I am not this body എന്ന് പറയുന്നതും അതിൽ ഭാഗമാണ്. when I say that കോമൺ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. വേറെ ആർക്കെങ്കിലും പറയാനൊന്നും ഇല്ലെങ്കിൽ I will say that power of discrimination is the first thing which we attain when we start learning scriptures. Power of discrimination എന്താണ്? തിരിച്ചറിയാനുള്ള കഴിവ്, ശരിയേത് തെറ്റേത്. That is the power we get. ആ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ആള് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ തന്നെ ശാസ്ത്രം വായിച്ചു പറ്റത്തുള്ളൂ. സോ ശാസ്ത്രം വായിക്കാതെ നമുക്ക് ശരിയേത് തെറ്റേത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇപ്പൊ ദിവശ്രീ പറഞ്ഞതുപോലെ ഐ ആം ദിസ് ബോഡി അല്ലെങ്കിൽ ഐ ആം നോട്ട് ദിസ് ബോഡി എന്ന തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ തന്നെ നമുക്ക് എവിടുന്നെങ്കിലും ഒരു അറിവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഒക്കെ പോകട്ടെ. ഇപ്പം മാതാജി, ഒരു മാതാജി, എനിക്ക് ഐ കുഡിന്റ് ഫൈൻഡ് ഹൂ വാസ് ദാറ്റ്. ഐ തിങ്ക് നമ്മുടെ എന്താ പറയാ ദിവ്യ മാതാജി ആണെന്ന് തോന്നുന്നു, പറഞ്ഞു ഭഗവാനാണ് സുപ്രീം പേഴ്സൺ എന്ന് മനസ്സിലാക്കണമെന്ന്. അത് മനസ്സിലാക്കുന്നത് എവിടെ നിന്നാ? ശാസ്ത്രത്തിൽ നിന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുവരെ ഞാൻ ഇസ്കോണിൽ വരുന്നതിന് മുമ്പ്, ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുൻപ് കൃഷ്ണനും ഗണപതിയും അയ്യപ്പനും മുരുകനും എല്ലാം ഒരുപോലെയായിരുന്നു എനിക്ക്. അപ്പോ ആ ഒരു തിരിച്ചറിവതിനുണ്ടായത് സ്ക്രിപ്റ്റേഴ്സ് വായിച്ചിട്ടല്ലേ. അപ്പൊ സ്ക്രിപ്റ്റേഴ്സിനെ ഒരിക്കലും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആധ്യാത്മികതയിൽ നമുക്ക് വളരാൻ സാധിക്കത്തില്ല. ഭാഗവതവും
ഭഗവത്ഗീതയും പാലിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പാലിക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്? പുള്ളിയെ ഫോളോ ചെയ്താൽ മതിയോ? സോ ഈ പുള്ളിയെ ഫോളോ ചെയ്യണമെങ്കിൽ വേർ ഹി ഗെറ്റ്സ് ദിസ് ഇൻഫർമേഷൻ. ആദ്യം ഉദ്ദേശിക്കുന്ന അതാണ് ആള്, ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് അതായത് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് വായിച്ചില്ല എന്ന് വെച്ച് കുഴപ്പമില്ല, നിങ്ങൾ ഭഗവാനായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്നാ പറയുന്നത്. ഈ ഭഗവാൻ ആരാന്ന് അറിയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു അല്ല അതൊക്കെ നമുക്ക് പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഈസി ആയിട്ടുള്ള കാര്യം അതാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും. എന്നാ അങ്ങനെയെങ്കിലും ഭഗവാനെ വിളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും മിണ്ടാണ്ടിരുന്നു. അത് ഇതൊക്കെ എന്താ പറയാ, എന്താ ഇത് പിന്നെ ഈ എന്താ പറയാ, അതാണ് ഒരു പറഞ്ഞതെന്ന് പഴഞ്ചൊല്ല്. വേണമെങ്കിൽ പേര് പറയാൻ പ്രഭു, എനിക്ക് കുഴപ്പമില്ല. ഒരു വ്യാസൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുതിയതായിട്ടൊരു ആളെ ഇറങ്ങിയിട്ടുണ്ട്. അതെയോ? ആ ചെറിയ ചിലപ്പോ ചെറിയ ആളാ, ഒരു 30-35 വയസ്സ് അത്രേ കാണുള്ളൂ. ചിലപ്പോ കൂടി തന്നെ 40 വയസ്സ് കാണും. കഷ്ടം ദൈവമേ. ഇതാണല്ലോ, ഇതിന് ചോദ്യം ചോദിക്കാൻ ആരുമില്ല നമ്മുടെ സമുദായത്തിൽ. കാരണം ആർക്ക് ആൾക്കാർക്ക് വേണമെങ്കിലും അതാണ് പ്രഭു വേണ്ടത്, ആർക്കും പഠിക്കാനും വായിക്കാനും ഇഷ്ടമില്ല. ഇതാകുമ്പോ സിമ്പിൾ. എളുപ്പമായില്ലേ. ഇപ്പം നമ്മൾ വായിച്ച ആ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഒരു ഗുരുവിനുള്ള ക്വാളിഫിക്കേഷൻ, നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ പറയുന്ന ഫസ്റ്റ് ശ്ലോകം എന്താണ്? വാചോ വേഗം മനസ്സഹ ക്രോധാവേഗം ഉദര ഉപാസ്തവേഗം ജിഹ്വാവേഗം ഉദര ഉപാസ്തവേഗം ഏതാൻ വേഗാൻ. സോ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനെ ഒരു ഗുരു ആകാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ പറയുന്നു ഒരു വൈഷ്ണവ ബ്രാഹ്മണന് മാത്രമേ ഒരു ഗുരു ആകാൻ സാധിക്കത്തുള്ളൂ. ഒരു വൈഷ്ണവന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? എക്സ്പേർട്ട് ഇൻ സ്ക്രിപ്റ്റേഴ്സ്. അപ്പൊ ഹൗ ക്യാൻ ഹി ബി എ ഗുരു? ആദ്യം പുള്ളിയെ ഗുരുവായിട്ട് അംഗീകരിക്കുന്നവരെ വേണം അടിക്കാൻ. എനിവേ ദാറ്റ്സ് അപ് ടു ദം. അപ്പം ഒരുപാട് പേര് മിസ്ഗൈഡ് ചെയ്യാനുള്ളപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള വഴിയിലാണ് എന്നുള്ളത് നമ്മൾ ഭാഗ്യം കൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ യഥാർത്ഥ വഴിയിൽ വന്നിട്ട് നമ്മൾ വ്യതിചലിക്കാതെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാതെ, അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഹരേ കൃഷ്ണ. ക്ലിയർ ആണോ മാതാജി? നമുക്ക് ഒരുപാട് നേരം ഡിസ്കസ് ചെയ്യാം ഈ സബ്ജക്ട്, കാരണം ഇത് ഒരുപാട് ആൾക്കാരുണ്ട്. ഹരേ വന്നവർ കൃഷ്ണ. പോലും തിരിച്ചു പോയിട്ട്. ഹരേ കൃഷ്ണ പ്രഭുജി. ആ പക്ഷെ ഒരു വ്യാസൻ മിനിറ്റ്. എന്ന് പറഞ്ഞ പുള്ളിയുടേത് യൂട്യൂബിൽ കുറെ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു ആണല്ലേ മാതാജി, കുറച്ച് തടിച്ചിട്ടുള്ള ഒരു കക്ഷിയല്ലേ പുള്ളി. പക്ഷെ ഇസ്കോൺ ഡിവോട്ടി ഞാൻ അല്ലല്ലോ, കണ്ടിട്ടില്ല മാതാജി. ഇസ്കോണിലുള്ള ടീം അല്ല, ഇസ്കോൺ ഡിവോട്ടി അല്ല, ഇസ്കോണിലുള്ള ഒരു ഇസ്കോൺ ഡിവോട്ടി അല്ല. ഡിവോട്ടി ഒന്നല്ല, അല്ല അല്ല അല്ല. അപ്പൊ പിന്നെ അതില് വലിയ അല്ല ഞാൻ പറയുന്നത് ഇസ്കോണിനാണെന്നല്ല മതി പറഞ്ഞ്. അങ്ങനെയാണ് ആൾക്കാര് അതായത് ആൾക്കാരെ അവർക്ക് വേണ്ടതാ കൊടുക്കണത്. അല്ലാണ്ട് നമ്മൾ പ്രഭുപാദ അങ്ങനെയല്ല, എന്താണോ വേണ്ടത് അത് നിങ്ങൾ എടുക്കണമെന്നാ നമ്മളോട് പറയുന്നത്. പക്ഷെ ഇവരതല്ല, ആൾക്കാർക്ക് എന്താണ് ഈസി അതങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ആണ്. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട് പുള്ളിയുടെ ഉണ്ട് അവന്റെ ഭക്തിയുടെ. അതെ 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 അതെ. നമ്മളതിൽ അതൊന്നും കാണാനേ പോകരുത് ഒരിക്കലും. അല്ല, ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് അവർ ഇസ്കോണിൽ ഉള്ളതാണെന്നാ അതാണ് എനിക്കൊരു ഉറപ്പ് തോന്നിയത്. ഹരേ കൃഷ്ണ. അതായത് കഴിഞ്ഞ ദിവസം വിഷ്ണുപ്രിയ മാതാജി ഇതുപോലെ തന്നെ മറ്റൊരാളുടെ കാര്യം പറഞ്ഞു. വേറൊരാള് ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങൾ എപ്പോഴും ഓർക്കണമെന്ന് പറഞ്ഞു. നെവർ ഡോണ്ട് എവർ ലിസൺ ടു സച്ച് പീപ്പിൾ. അവരെന്നല്ല ഒരാളുടെ നമ്മൾ കേൾക്കുന്നത്. കാരണം നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ അവർ തരുന്നത്, കംപ്ലീറ്റ്ലി മിസ്ഗൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്. അതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ നമ്മൾ തന്നെ ഓൾറെഡി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. നമ്മൾ അതുകൂടെ കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് മഹാപ്രഭു സ്ട്രിക്ട്ലി അതിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലവറി ലാംഗ്വേജസ് അല്ലെങ്കിൽ ഇതുപോലുള്ള കേൾക്കുന്ന പ്രഭാഷണങ്ങൾ ഒരിക്കലും കേൾക്കരുത്. അതുപോലെ നമ്മൾ ഇനിഷ്യേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ സൈൻ ചെയ്ത പേപ്പറിൽ ഒരു കണ്ടീഷൻ കൂടെയാണ്, ഡോണ്ട് ലിസൺ ടു എനി ലെക്ചേഴ്സ് വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ഓർ വിച്ച് ഇസ് ഗിവൺ ബൈ ഇസ്കോൺ ഡിവോട്ടി. അല്ലെങ്കിൽ ഇസ്കോൺ ഡിവോട്ടി അല്ലാത്തതായിട്ടുള്ള ആൾക്കാർ തരുന്ന പ്രഭാഷണങ്ങൾ കേൾക്കരുത് എന്ന് നമുക്ക് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സോ ദെൻ നമ്മൾ അതിലേക്ക് പോകാതിരിക്കുക. വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും, അയ്യോ അപ്പൊ ആ ശ്ലോകം എന്താണ്, അപ്പൊ എന്താണ് ഇത്? നമ്മൾ അതിലേക്ക് പോകാതിരിക്കുക. നമുക്ക് നമ്മൾ തന്നെ ലെക്ചേഴ്സ് കേൾക്കാൻ എത്രയോ ഉണ്ട്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലെക്ചേഴ്സ് നമ്മുടെ ഇസ്കോൺ ഡിസൈറട്രിയിലും അതുപോലെ മറ്റ് കാര്യങ്ങളിലും ഉണ്ട്. അത് കേൾക്ക് നമുക്ക് എത്രയോ സർവീസസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ അതിനുവേണ്ടി നമ്മൾ നോക്കുക, അതാണ് ബെറ്റർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഗംഗാനാഥ് പ്രഭു എന്താണ് പറയാൻ ആഗ്രഹിച്ച പ്രഭു? അത് നമ്മളിങ്ങനെ ഓർത്തിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരു കമന്റ് പറയുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ശബ്ദം കേൾക്കാമോ? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞോട്ടെ. പ്രഭു കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോട്ടെ.
അത് നമ്മളിപ്പോ ഇതൊരു ഏതെങ്കിലും ഒരു കമന്റ് കേട്ടിട്ട് നമ്മളിപ്പം ഒരു മനസ്സിലുള്ള ഒരു കാര്യം പറയാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ അതങ്ങ് മറന്നുപോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ അത് കുറിച്ച് വെച്ചതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം. സോ മാതാജി പറഞ്ഞത് 99% ആണെങ്കിലും ഒരാളെങ്കിലും വീഴ്ചയിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 99% എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, യോഗമായയാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആരാണ് ഭക്തൻ, ആരാണ് ഭക്തനല്ലാത്തവരെന്ന്. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പൊ ഈ പറയുന്ന 5 ഘട്ടങ്ങൾ നമ്മൾ ഇപ്പൊ വായിച്ചതേ ഉള്ളൂ, നമ്മൾ വായിച്ചു നിർത്തിയതേ ഉള്ളായിരുന്നു. കാരണം സ്മരണദശയിൽ വരുന്നവരെ നമ്മൾ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കും, അത് സാധനയായിട്ട് വരും. പക്ഷേ അപാനദശയിൽ, അതായത് സാംശീകരണ ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളിലേക്ക് കടക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഭൗതിക ഐശ്വര്യങ്ങൾ ഒട്ടും തന്നെ പാടില്ല. അപ്പൊ നമ്മൾ നേരത്തെ മാതാജി പറഞ്ഞ ഭൗതിക ഐശ്വര്യങ്ങൾ ഉള്ളവർക്കാണ് അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുന്നത്, അല്ലാത്തവർക്ക് അത് വരത്തില്ല. അപ്പോൾ ഇവിടെ ആ ഭൗതിക ഐശ്വര്യങ്ങൾ ഒരു കടുകുമണി പോലും ഇല്ലാത്തവർക്ക് മാത്രമേ ഭഗവാന്റെ ലീലകളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിനുശേഷം മാത്രമേ ഈ സാംശീകരണ ഘട്ടത്തിലേക്ക് കടക്കുള്ളൂ. ആ സാംശീകരണ ഘട്ടത്തിലേക്ക് കടക്കുന്നവരെയാണ് വൈഷ്ണവരെന്ന് പറയാം, അല്ലാത്തവരെ വൈഷ്ണവരെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവര് ഡിവോട്ടി ആണ് താനും. കാരണം ഈ 5 ദശയിൽ 4ാമത്തെ ദശയിൽ എത്തിയിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ വൈഷ്ണവരുടെ പാതയിലാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാൽ അവർ ഡിവോട്ടി തന്നെയാണ്, അവർ സാധു തന്നെയാണ് എന്നാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. ഹരേ കൃഷ്ണ. പ്രഭു ആദ്യം പറഞ്ഞ പോയിന്റിൽ, കാരണം നമ്മൾ ഒരാളെ ചോദ്യം ചോദിച്ച് പ്രഭു രണ്ടാമത് കൈ ഉയർത്തുകയാണ്. അപ്പൊ ആദ്യം ചോദിച്ച ആൾക്കുള്ള ആൻസർ കൊടുത്തതിന് ശേഷമല്ലേ പ്രഭുവിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. സോ അതൊരു സമയം എടുത്തതിൽ നമുക്ക് പ്രഭുവിനത് ഇതല്ല. തീർച്ചയായിട്ടും പ്രഭുവിന് അവസരം തരും. ആ ഒരു കമന്റ് വേണ്ട. നമ്മള് സിറ്റുവേഷൻ ഒരാൾ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർക്കുള്ള ആൻസർ കൊടുത്തതിന് ശേഷം പ്രഭു രണ്ടാമത് കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ചാൻസ് പ്രഭു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതില്ല. പക്ഷെ പിന്നെ രണ്ടാമതൊരു കാര്യം പ്രഭു പറഞ്ഞത്, സമ്പൂർണമായിട്ട് മെറ്റീരിയൽ ഓപ്പുലൻസ് ഇല്ലാത്തവർക്കേ ഭക്തി കൊടുക്കൂ എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ്സ് നെവർ കറക്റ്റ്. കാരണം പരീക്ഷിത് മഹാരാജ് 100% ഏറ്റവും ഒപ്പുലൻസ് ഇരുന്ന ആളാണ്. അദ്ദേഹം ഫുൾ ജനിച്ചപ്പോൾ മുതൽ മരണം വരെ അദ്ദേഹം ഭക്തി പ്രാക്ടീസ് ചെയ്ത ആളാണ്. ഈസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് ഹയസ്റ്റ് ഡിവോട്ടി നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ. പാണ്ഡവരെല്ലാവരും ഒരുപാട് സമയം അവർക്ക് മെറ്റീരിയൽ ഒപ്പുലൻസിൽ നിന്ന് അവരില്ലാതിരുന്നിട്ടും മെറ്റീരിയൽ ഒപ്പുലൻസ് ഉണ്ടായിരുന്ന സമയത്തും അവർ ഭക്തി തന്നെ കാണിച്ചവരാണ്. അതുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജാവ് സമ്രാട്ടായിട്ടിരുന്ന സമയത്ത് ഭഗവാൻ ഇവിടെ നിന്ന് ലീല അവസാനിപ്പിച്ച് പോയി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം അത് വിട്ടിട്ട് പോയി എന്നുള്ളത്. സോ മെറ്റീരിയൽ ഒപ്പുലൻസ് അല്ല. ഈവൻ ഇപ്പോൾ തന്നെ അംബരീഷ് പ്രഭു നമ്മുടെ ഇസ്കോൺ ശില പ്രഭുപാദിന്റെ ഡിസൈപ്പിൾഡ് ആയിട്ടുള്ള അംബരീഷ് പ്രഭു, ഫോർഡ് കമ്പനിയുടെ ഉടമസ്ഥനായ അദ്ദേഹം, ഹൗ ക്യാൻ വി സേ ദാറ്റ് ഈസ് നോട്ട് എ ഡിവോട്ടി? വൈഷ്ണവരാകണമെങ്കിൽ മെറ്റീരിയൽ ഒപ്പുലൻസ് ഈസ് നോട്ട് എൻ ഒബ്സ്റ്റക്കിൾ, മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ഈസ് എൻ ഒബ്സ്റ്റക്കിൾ. സോ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് പാടില്ലാത്തത്. നമുക്ക് എത്ര പണമുണ്ടോ എത്ര കാര്യമുണ്ടോ എന്നുള്ളത് വിഷയമല്ല, നമ്മൾ അതിൽ അറ്റാച്ച്ഡ് ആകരുത് എന്നുള്ളതാണ് അതിൽ അറിയേണ്ടത്. സോ മെറ്റീരിയൽ, അതായത് ഭൗതികമായിട്ടുള്ള കളങ്കമുള്ളവരെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന് അറ്റാച്ച്മെന്റ് അല്ല, ഭൗതിക ഐശ്വര്യത്തിൽ കളങ്കമുണ്ടെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രഭു, ഇത് ഞാൻ ബുക്ക് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്, അല്ലാതെ അതിനകത്ത്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ലീലകളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രഭു എഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രഭു പറഞ്ഞത് മെറ്റീരിയൽ ഒപ്പുലൻസ് എന്നാണ്. അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുകയായിരുന്നു. മെറ്റീരിയൽ ഒപ്പുലൻസ് ഈസ് നോട്ട് ആൻ ഒബ്സ്റ്റക്കിൾ, മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ഈസ് ഒബ്സ്റ്റക്കിൾ. പ്രഭു പിന്നെ അത് പ്രഭു കേട്ടതിന്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന വായിച്ച് അതേപോലെ ഒരു അക്ഷരം തെറ്റാതെ പറയാം. ഭൗതിക ഓപ്പുലൻസ് കളങ്കമുള്ളവർക്ക്, അതായത് അതിനെ അല്പം കടുകുമണികളോളം ആസക്തി ഉള്ളവരെന്നാണ് പ്രത്യേകം പറഞ്ഞത്. രൂപം കേട്ടില്ല, എന്താ എനിക്കറിയില്ല എന്താന്ന്. നിങ്ങൾ വേറെ ആരെങ്കിലും കേട്ടത് എന്താണ്? എനിക്ക് എന്റെ ക്ലാരിഫിക്കേഷൻ വേണം. ഓക്കെ പ്രഭു, കാരണം അത് മാതാജി പറഞ്ഞപ്പോഴേ എനിക്കിങ്ങനെ ഓർമ്മ വന്നു. നമ്മളിപ്പോ വായിച്ചതേ ഉള്ളൂ, അതുകൊണ്ടാണ് ആ സബ്ജക്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. സോ അശോക മാതാജി കൈ ഉയർത്തിയായിരുന്നു. അശോക മാതാജി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു? അല്ല പ്രഭു, ഞാനാ കൈ ഉയർത്തിയത്. അശോക മാതാജി കൈ ഉയർത്തിയായിരുന്നല്ലോ. സുഗോമള മാതാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല പ്രഭു, വ്യാസൻ അത് കേൾക്കാൻ വയ്യ, ഉറക്കെ പറയണ്ടേ. ആ വ്യാസന്റെ കാര്യം പറഞ്ഞതേ,
അത് ആ പുള്ളിയുടെ അച്ഛൻ ഇതുപോലെ സപ്താഹം നടത്തുമായിരുന്നു. അത് കേട്ടാണ് പുള്ളി പഠിച്ചത്, അല്ലാതെ പുള്ളി പുസ്തകം വായിച്ചിട്ടില്ല. പിന്നെ അവരെ പുസ്തകത്തിലെ വ്യാസന്റെ മഹിമ കണ്ടാണ് മക്കൾക്ക് വ്യാസൻ എന്നും പിന്നെ അനിയന് വേറെ എന്തോ ഭഗവാന്റെ ഇതിലുള്ള വേറൊരാളിന്റെ പേരാ ഇട്ടേക്കുന്നത്. അങ്ങനെ 2 പേരിട്ടേക്കുന്നത് മക്കൾക്ക്. അല്ലാതെ ഈ പുള്ളി പുസ്തകം വായിച്ചിട്ടില്ല, നാമം ചെല്ലിച്ചിട്ടുണ്ട്, കഥകൾ പറയുന്നത് പുള്ളി കേട്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും പുള്ളി പറയുന്നത് ഗ്രന്ഥം വായിക്കണ്ട, നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളത്. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ പ്രഭു. ഹരേ തെറ്റിന്റെ കൃഷ്ണ. കൂടെ മംഗളമാതാജി, ഹരേ കൃഷ്ണ. ആ ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. ഞാനും ഈ വ്യാസൻ എന്ന അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ട്. ഉദിച്ചയനജിയുടെയും കേട്ടിട്ടുണ്ട്. അവരും ഭഗവാനിൽ മനസ്സുറപ്പിച്ച് മുന്നോട്ട് പോവാൻ തന്നെയാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് ഇസ്കോണിലുള്ളവരല്ല. പക്ഷെ ഭഗവാനെ നാമം പ്രചരിപ്പിക്കാനും ഭഗവാന്റെ നാമമാണ് ഏറ്റവും അത്യുത്തമം എന്ന് പറഞ്ഞതായിട്ട് ആണ് ഞാൻ കേട്ടിട്ടുള്ളത് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു.